ജന്മാദ്യസ്യേതോന്നയാദിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട്ടേനെ ബ്രഹ്മകൃതായ ആദികവേ മുഖ്യന്തിയത് സൂര്യ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായത്തിലെ 19 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. 19-ാമത്തെ ശ്ലോകത്തിലെ കാര്യകാരണ കർത്തൃത്വേ ദ്രവ്യജ്ഞാന ക്രിയാശ്രയാ ബധ്നന്തി നിത്യതാമുക്തം മായിനം പുരുഷം ഗുണാഹ. മഹാഭൂതങ്ങൾ, ദേവതകൾ, ഇന്ദ്രിയങ്ങൾ ഇവയ്ക്ക് കാരണമായിരിക്കുന്ന 3 ഗുണങ്ങൾ, സാത്വിക, രാജസ, താമസങ്ങൾ മായാതീതമായ പരമാത്മാവിന് എപ്പോഴും ബാധകമല്ലാതെ മുക്തമായി ഇരിക്കുന്നു. ആ മായ ജീവനെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. വല്ലാത്തൊരു സ്വാർത്ഥാണ് ഭഗവാന്റെ. ക്രൂരവിനോദം എന്നൊക്കെ വേണച്ചാൽ പറയാം, പറയേണ്ടവർക്ക് അങ്ങനെ പറയാം. കാരണം ഭഗവാനാണെച്ചാലോ യാതൊരുവിധ ദുഃഖവും ഇല്ല. പഞ്ചഭൂതമായിട്ടുള്ള ശരീരമായിട്ട് ചേർന്ന ദുഃഖമില്ല. ശരീരത്തിൽ ചേർന്ന ദുഃഖം തന്നെ, അതിന് സംശയമൊന്നുമില്ല. അയാൾക്ക് രോഗമൊന്നുമില്ല, അയാൾ സുഖമായിരിക്കേണ്ട, അത് ആരോഗ്യമല്ലേ. മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല എന്നതുകൊണ്ട് അർത്ഥമുണ്ടോ? ശരീരത്തിന് പ്രശ്നമില്ലെങ്കിൽ എന്തിനുണ്ടാവും? മനസ്സിനുണ്ടാവും. ഇത് രണ്ടും അല്ലെങ്കിലോ അയാൾക്കിപ്പോൾ വലിയ വിഷമമൊന്നുമില്ല മനസ്സിന്. ആദി ദൈവികം എന്ന ദുഃഖമുണ്ട്, പ്രകൃതിയിൽ നിന്നുള്ള ദുഃഖം. അതില്ലാത്തവരാരുമില്ല. ഇപ്പം എല്ലാവരും അയ്യോ എന്താ ചൂട് എന്താ ചൂട് എന്താ ചൂട് പറഞ്ഞുകൊണ്ടിരിക്കുക. എ സിയും കൊണ്ട് നടക്കാനൊന്നും പറ്റില്ലല്ലോ. ഇനി അത് കാലത്തിനനുസരിച്ച് വരുമോ എന്നറിയില്ല. ഇപ്പോൾ പറ്റില്ല. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ചൂട് തന്നെയാണ്. കാറിൻ്റെ ഉള്ളിൽ എ സി ഉണ്ടാവും, പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെയും ചൂട് തന്നെയല്ലേ. അപ്പം അതിലേറെ ചൂടാണ് എ സിയിലിരുന്നവർക്ക് ശീലിക്കുമ്പോൾ. മറ്റുള്ളവർക്ക് അത് ശീലെങ്കിലും ഉണ്ടാവും ചൂടേ, എ സി ഇല്ലാത്തവർക്ക്. അല്ലാത്തവർക്ക് ഇതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയാൽ അസഹ്യത കൂടുന്ന പറയുക. അപ്പോൾ അവർക്ക് ആദി ദൈവിക ദുഃഖമെങ്കിലും ഉണ്ടാവും, ഇനി ഒന്നുമില്ല വെച്ചാൽ. അപ്പോൾ ഈ ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം എന്നീ 3 ദുഃഖങ്ങളിലേതെങ്കിലും ഒന്നോ പലതോ ഇല്ലാത്തവരായിട്ട് ശരീരമെടുത്തവരാരുമില്ല. അസന്നിഗ്ധം തന്നെ അത്. ഭഗവാൻ ഇതിലൊന്നും ബന്ധിക്കപ്പെടാതെ ബധ്നന്തി നിത്യത മുക്തം, മുക്തനായിക്കൊണ്ട് മറ്റുള്ളവരെ ബന്ധിപ്പിക്കുന്നു. ബധ്നന്തി, താനൊട്ട് ഇതിലൊന്നും എവിടെയും കുടുങ്ങൂല. ബാക്കി എല്ലാവരും ഇതിൽ കൊടുക്കുകയും ചെയ്യും. ഈ 8 അങ്ങനെയാണെന്നാണ്. തൻ്റെ വലയിൽ അത് കുടുങ്ങില്ലാവോ? 8 ഇരിക്കണ വലയിൽ അത് കുടുങ്ങില്ല. പക്ഷെ ബാക്കി ജീവികളെയൊക്കെ അതിൽ കൊടുക്കും. നമ്മളടക്കിടയ്ക്ക് നമ്മുടെ മേൽ തടയും. നമ്മളതിൽ കുടുങ്ങില്ല വെച്ചാൽ ആ വല നമ്മളിൽ കുടുങ്ങുമല്ലോ ശല്യം ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ശല്യം ഉണ്ടാക്കിക്കൊണ്ട് 8 മാത്രം ശല്യമില്ലാതെ തൻ്റെ വലയിൽ താൻ കുടുങ്ങാതെ എന്ന പോലെ ഭഗവാൻ വല്ലാത്തൊരു സൂത്രപ്പണിയാണ്. ഈ ബധ്നന്തി നിത്യത മുക്തം മായിനം പുരുഷം ഗുണ. ഇവിടെ പുരുഷം എന്ന് പറഞ്ഞാൽ മായാബന്ധിതനായിരിക്കുന്ന ജീവൻ എന്നർത്ഥമാണ്. ചില സ്ഥലത്ത് ഈശ്വരൻ എന്നർത്ഥം വരും, നേരെ വിപരീത അർത്ഥം വരും. ഇവിടെ മായിനം പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഈശ്വരൻ ബന്ധിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഈശ്വരൻ പുരുഷം മീൻസ് അവിടെ ജീവനെ ഉണ്ടോ? സന്ദർഭത്തിന് വെച്ച അർത്ഥം മാറി. സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസം പറയുമ്പോൾ അവിടെ ആണുങ്ങൾ എന്നുള്ള അർത്ഥം വരിക. ജീവൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചപ്പോൾ ജീവൻ എന്നുള്ള അർത്ഥം വന്നു. ഇങ്ങനെ പല അർത്ഥമാണ് ഒരേ വാക്കിന്. ഭാഷയുടെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ ബധ്നന്തി മായിനം പുരുഷം, മായയിൽ കുടുങ്ങിയ ജീവനെ ബധ്യന്തി ബധ്നന്തി ബന്ധിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു. നിത്യത മുക്തം, ഭഗവാനാണെങ്കിൽ മുക്തമായിട്ട് സ്ഥിതി ചെയ്യുന്നു. എന്നിട്ട് മറ്റുള്ളവരെയൊക്കെ അങ്ങനെ മുക്കുക. കാര്യകാരണ കർത്തൃത്വേ, മുക്കാനുള്ള വഴികളാണ് ഈ കാര്യവും കാരണവും കർത്തൃത്വവും.
ഞാൻ ചെയ്യുന്നു എന്ന തോന്നലുണ്ടായി, അത് നേരെയില്ല എന്നുള്ള ദുഃഖം, നേരെയായ അഭിമാനം. അഭിമാനം ഒരു തരം ദുഃഖമായിട്ട് വരും എന്നാണ്. ജ്ഞാനികൾക്ക് ഇതൊക്കെ ദുഃഖം, മനസ്സിൻ്റെ ഭാവങ്ങളൊക്കെ ദുഃഖം എന്നാണ് പറയുക. മനസ്സ് എല്ലാറ്റിൽ നിന്നും മുക്താവുമ്പോൾ മാത്രമേ ദുഃഖമില്ലാത്ത അവസ്ഥയുള്ളൂ. കാര്യം കൊണ്ടും കാരണം കൊണ്ടും കർത്തൃത്വം കൊണ്ടും ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നു. സ ഏഷ ഭഗവാൻ ലിംഗേ ത്രിവിരേവിരതോക്ഷജ സ്വലക്ഷിതഗതിർ ബ്രഹ്മൺ സർവേഷാം മമചേശ്വര. അതോക്ഷജ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തവൻ. നമ്മളൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായവരാണ് അല്ലേ. നാവിന് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നും, നല്ല പാട്ട് കേട്ടാൽ അവിടേക്ക് ശ്രദ്ധിക്കണം എന്ന് തോന്നും. പ്രത്യേകിച്ച് ഗാനമേള ഇന്നത്തെ കടപടാന്നുള്ള പാട്ടാച്ചാൽ ചോദിക്കാനും ഇല്ല. ഈശ്വരകീർത്തനങ്ങളൊന്നും അധികം കേൾക്കണമെന്നുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒരു ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ചെവി കൊണ്ട് കേൾക്കണം എന്നൊന്നുമില്ല, അവിടെ പാടിക്കോട്ടെ. പക്ഷേ അല്ലാത്ത പാട്ടൊക്കെ കേട്ടാൽ കുഴപ്പമില്ല. അപ്പം അത് ചെവി, നാവ്, കണ്ണ്, മൂക്ക്, ത്വക്ക്, ഈ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത ഭഗവാൻ. സ ഏഷ ഭഗവാൻ അതോക്ഷജ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് മുക്തനായ ഭഗവാൻ. അതോക്ഷജ അതിൽ പെട്ട ആളല്ല. ഏബി ത്രിബൈ ലിംഗൈ, ഈ 3 ഗുണങ്ങളാകുന്ന അടയാളത്തോടു കൂടി, 3 ഗുണങ്ങളാകുന്ന അടയാളത്തോടു കൂടി എന്ന് പറഞ്ഞാൽ 3 ഗുണം ഏതൊക്കെയെന്ന് വെച്ചാൽ കാര്യകാരണ കർത്തൃത്വേ ആവാം, ദ്രവ്യജ്ഞാനക്രിയാശയാന്നാവാം, സാത്വിക രാജസ താമസങ്ങളാവാം. 3 എന്നുള്ള സംഖ്യ പലതിനെയും കാണിക്കണു എന്നൊക്കെ ചിലർ പറയുക. അപ്പം ഈ 3 കാര്യങ്ങളോട് കൂടിയിട്ട് പ്രപഞ്ചത്തിൽ ബന്ധപ്പെടുന്നു. സ്വലക്ഷിത ഗതി, തൻ്റെ ഗതിയോടുകൂടി 3 ഗുണങ്ങളാകുന്ന അടയാളത്തോടു കൂടി. ഗുണം എന്ന് പറഞ്ഞതുകൊണ്ട് സാത്വിക രാജസ താമസങ്ങളാവണം, അല്ലെങ്കിൽ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ, ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം, അങ്ങനെയാവാം. കാര്യകാരണ കർത്തൃത്വം അങ്ങനെയാവാം. അതുകൊണ്ട് ഈ വക 3 ലക്ഷ്യങ്ങളിൽ സ്വലക്ഷിത ഗതിർ, സ്വകീയന്മാരാൽ അറിയപ്പെട്ട തത്വങ്ങളോട് കൂടിയതായിട്ട് ഭവിക്കുന്നു. നാരദ, ഹേ ബ്രഹ്മൻ, സ അവൻ, സർവേഷാം എല്ലാവർക്കും, മമച എനിക്കും, ഈശ്വരൻ. ബ്രഹ്മാവ് പറയണു, ഞാനാകുന്ന ബ്രഹ്മാവിനും എല്ലാവർക്കും ആ ഭഗവാൻ ഈശ്വരനാണ്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതായിട്ടുള്ള ഭഗവാൻ സാത്വിക രാജസ താമസങ്ങളാകുന്ന ഗുണങ്ങളാകുന്ന ഉപാധികളാൽ ഓടുകൂടെ ഭക്തന്മാരാൽ അറിയപ്പെടുന്നു. ഏതെങ്കിലും ഗുണങ്ങളോട് കൂടിയിട്ടേ അറിയാൻ പറ്റുള്ളൂ എന്നാണ്. ഒന്നെങ്കിലോ സാത്വികം, അല്ലെങ്കിൽ രാജസം, അല്ലെങ്കിൽ താമസം. നിർഗുണ ബ്രഹ്മത്തെ സാധാരണ മായയിലിരിക്കുന്നവർക്ക് അറിയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സാത്വികവും രാജസവും താമസവും ഒക്കെ ആയിട്ട് ഭജിക്കണത്. സാത്വികമൂർത്തികൾ, രാജസമൂർത്തികൾ, താമസമൂർത്തികൾ, അങ്ങനെ അവിടേക്ക് നിർഗുണനിക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിർഗുണനാണ് ഭഗവാൻ എന്ന് ബോധ്യം ഉണ്ടാവും. അറിയും, കുറേശ്ശെ അറിയും. സ്റ്റെപ്പായിട്ടേ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. ആദ്യം തന്നെ നിർഗുണനായിട്ടുള്ള ഭഗവാനെ ആർക്കും അറിയാൻ സാധ്യമല്ല. പക്ഷെ ക്രമേണ അറിയും. സാത്വികവും അല്ല, രാജസവും അല്ല, താമസവും അല്ല, ഈ ഭഗവാൻ നിർഗുണനാണ്. അവസാന ഘട്ടത്തിൽ അത് ബോധ്യപ്പെടും. അതാണ് ബോധ്യപ്പെടേണ്ടത്. ആ ലക്ഷ്യം പലപ്പോഴും പലരും മറക്കണു. എന്നിട്ട് രാജസവും താമസവും സാത്വികത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ടൊരു കാര്യമില്ല. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല നമ്മുടെ സംഹിതകൾ വിശ്വസിക്കണ പലരും. ഒക്കെ ഈ രാജസത്തിലും താമസത്തിലും കുടുങ്ങി അവിടെ നിൽക്കുകയാണ്. അതിനല്ല, കൂടെ കയറി നമ്മൾ നിർഗുണത്തിലേക്ക് അവസാനെങ്കിലും എത്തണം. ഈ അവസാനം എന്ന് പറഞ്ഞാൽ എന്താ, അതിർത്തി, അതൊന്നും പറയാൻ പറ്റില്ല. എത്തുമ്പോൾ എത്തണം. ആ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എത്തില്ല. ആദ്യം വേണ്ടത് ലക്ഷ്യബോധമാണ്. ഇപ്പം നമ്മുടെ ലക്ഷ്യം നിർഗുണാവസ്ഥയിലുള്ള ഈശ്വരനെ അറിയലാണ്. വിചാരിച്ചിട്ട് സാത്വികോ രാജസോ താമസോ ഒക്കെ ആവാം. ഉയരണം. താമസത്തിൽ നിന്നോളൂ, കുറെ കഴിയുമ്പോൾ രാജസത്തിലേക്ക് ഉയരണം. രാജസത്തിൽ നിന്നോളൂ, കുറെ കഴിയുമ്പോൾ സാത്വികത്തിലേക്ക് ഉയരണം. സാത്വിക ആയിക്കോട്ടെ, പിന്നെ കുറെ കഴിയുമ്പോൾ ആ സാത്വികത്തിൽ നിന്ന് ഉയരാൻ ശ്രമിച്ചാലോ എത്തും ചെയ്യും. അപ്പോൾ ലക്ഷ്യബോധമാണ് പ്രധാനം. ഇതാണ് ലളിതാദത്ത നാമത്തിൽ
ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി. ഏത് കാര്യം നേടണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ അറിയോ? ഇച്ഛാശക്തിയാണ്. എത്ര ശാസ്ത്രീയ മനഃശാസ്ത്രപരമാണ്. ഞാനത് നേടിയിരിക്കും, എൻ്റെ അച്ഛൻ ആളാണ് അച്ഛൻ, ഞാനത് നേടും എന്നുള്ള ഇച്ഛാശക്തി ആദ്യം വേണം. അല്ലാണ്ട് ഏതെങ്കിലും കാര്യം നടക്കും. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. അപ്പോൾ ഒരു വഴി തന്നെ ഉണ്ടാവുകയാണ്. ജ്ഞാനശക്തി, ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അവിടേക്ക് എത്താനുള്ള അത്യാവശ്യം വേണ്ട കോമൺ സെൻസ് ഉണ്ടാവണം. അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചാലും മതി, കുഴപ്പമില്ല. എനിക്കറിയില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട, അറിവുള്ളവരോട് ചോദിക്കുക. അല്ല, ഇപ്പോൾ മൊബൈലായിട്ട് സോഫ്റ്റ്വെയർ ആവട്ടെ, നമുക്കറിയില്ല വിചാരിച്ചപ്പോൾ ഒരു തെറ്റൊന്നുമില്ല, അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊന്നുമില്ല മനുഷ്യന്. അപ്പോൾ അതെന്ത് ചെയ്യണം? ജ്ഞാനശക്തി. നമുക്കൊരറിവ് നമുക്ക് അത്യാവശ്യം വേണം, അല്ലാണ്ട് എപ്പോഴും മറ്റൊരാളോട് ചോദിക്കാൻ പറ്റുമോ? അതാണ് ജ്ഞാനശക്തി. സ്വയം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. പിന്നെയാണ് ക്രിയാശക്തി. ശ്രമം വേണം, അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി. ഇത് മൂന്നും ഉണ്ടാക്കുന്നത് ദേവിയാണ്. അപ്പം ദേവിയെ ഭജിച്ചാൽ മൂന്നും ഉണ്ടാവും, ലോകത്തിൽ വേണ്ടതൊക്കെ നേടാം. അതുകൊണ്ട് നിർഗുണാവസ്ഥയിലുള്ളതായ ഭഗവാനെ നാരദ അറിയുക എന്നതാണ് ലക്ഷ്യം. കാരണം ഭഗവാൻ നിർഗുണനാണ്, ഒരിക്കലും ത്രിഗുണങ്ങളിൽ പെട്ടവനല്ല. അപ്പം അങ്ങനത്തെ ഈശ്വരനെ ഞാൻ രാജസനായിട്ടേ അറിയുള്ളൂ, ഞാൻ താമസനായിട്ടേ അറിയാൻ ഭാവിച്ചിട്ടുള്ളൂ ഈ ജന്മം കൊണ്ട് എന്ന് വെച്ചാൽ അവൻ എവിടേക്കും എത്തില്ല. എന്തിനാണ് അമ്പലത്തിൽ പോണത്? അമ്പലത്തിലല്ല ഈശ്വരൻ എന്നറിയാനാണ് പോണത്, അവിടെ തന്നെയാണെന്നറിയാനല്ല പോണത്. അത് പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അവിടെയല്ല എന്ന് വിചാരിച്ചിട്ട് തൊഴുകണം. അവിടെയാണ്, അവിടെ തന്നെ ഉള്ളൂ വിചാരിച്ചു നോക്കൂ. അപ്പോൾ അവിടെ തന്നെ നിൽക്കാൻ പറ്റൂ. അവിടെയല്ല എന്ന് വിചാരിച്ചിട്ട് തൊഴുകണം. അപ്പോൾ നമുക്ക് ബോധ്യമാവും അവിടെയല്ല. ആ ലക്ഷ്യബോധം വേണം എന്നാണ് ഇവിടെ പറയണത്. എന്നിട്ട് ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം. സ്വലക്ഷിതഗതി ബ്രഹ്മൻ സർവേഷാം മമജേശ്വര കാലം കർമ്മ സ്വഭാവഞ്ച മായേശോ മായയാ സ്വയാ ആത്മന്യദൃച്ഛയാ പ്രാപ്തം വിഭുഭൂഷുരുപാദതേ. മായേശ മായാധിപതി, മായയ്ക്ക് മീതെ നിൽക്കുന്നവൻ, അടിമപ്പെടാത്തവൻ, സ്വയാ മായയാ തൻ്റെ മായയാൽ വിവിധ രൂപങ്ങളായി ഭജിക്കാൻ ഇച്ഛിക്കുന്നവനായിട്ട്. വിഭുഭൂഷു എന്ന് പറഞ്ഞാൽ എന്താ വാക്കിൻ്റെ അർത്ഥം? വിവിധ രൂപങ്ങളായി ഭവിക്കാൻ ഇച്ഛിക്കുന്നവനായിട്ട്. ഏകനായിട്ടുള്ള ഭഗവാൻ പലപ്പോഴും ബഹുത്വത്തെ കൈക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ലോകവും സൃഷ്ടിയും ദ്വൈതവും ഒക്കെ ഉണ്ടാവണത്. അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഭഗവാൻ തന്നെ തോന്നുകയാണ് സൃഷ്ടി വേണം, രജോ ഗുണം വേണം, പ്രപഞ്ചം വേണം, മായ വേണം, താനല്ലാത്ത കുറേ കാര്യങ്ങൾ വേണം. എന്നിട്ട് വേണം അത് കൂടെ തല്ലിക്ക് എത്തുക. ഒരു വിലാസം, ലീലാവിലാസമാണ് സത്യത്തിൽ. അതൊരു കാണാം. ഈ വിഭുഭൂഷു, ഭഗവാനിട്ട പേരാണ് വിഭുഭൂഷു. ഭഗവാൻ വിഭുഭൂഷു ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബഹുത്വം ഉള്ളവനായിട്ട് ഭവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ഇപ്പോൾ ദേവിയാണെങ്കിലും അതെ. കാളി എന്ന് പറയുമ്പോൾ തമോ ഗുണം, ലക്ഷ്മി എന്ന് പറയുമ്പോൾ രജോ ഗുണം, സരസ്വതി എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണം, നിർഗുണം എന്ന് പറഞ്ഞാൽ മണിദീപവാസിനി ആയിട്ടുള്ള ദേവി, അത് നിർഗുണമാണ്. അപ്പോൾ ആ നിർഗുണമായിട്ടുള്ള ദേവിയെ മൂന്നായിട്ട് മാറിയിരിക്കണു. അങ്ങനെ എന്തിനാണത് അങ്ങനെ ചെയ്യണത്? ജനങ്ങളെ തന്നിലേക്ക് കൊണ്ടുവരാൻ. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അങ്ങനെ ആവണതേ. അവിടെ നിർഗുണമായിട്ടിരുന്ന ആരും തന്നെ അറിയില്ല. ആരെങ്കിലും അറിയോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗുണത്തെ, ഈശ്വരൻ്റെ കാരുണ്യമാണ്. താൻ ബഹുത്വത്തെ കൈക്കൊണ്ട് ബുദ്ധിമുട്ടി ജനങ്ങളെ തന്നിലേക്ക് എത്തിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഭഗവാൻ കാരുണ്യം കൊണ്ടാണ് ബഹുത്വത്തെ കൈക്കൊള്ളുന്നതിനാണ് വിഭുഭൂഷു രൂപാദതേ. കർമ്മം, സ്വഭാവം, കാലം ഇതിനെയെല്ലാം സ്വീകരിച്ചു. കാലകർമ്മ സ്വഭാവശ്ച, അതിനെ സ്വീകരിച്ചുകൊണ്ട്, കാലം, കർമ്മം, സ്വഭാവം ഇതൊക്കെ പ്രപഞ്ചത്തിലുള്ളതാണല്ലേ, അതിനെ സ്വീകരിച്ച്, മഹത്വത്വം, അഹങ്കാരം ഇതിനെയൊക്കെ ആശ്രയിച്ച് ബഹുത്വത്തെ കൈക്കൊണ്ട്
ജീവന്മാരെ തന്നിലേക്ക് എത്തിക്കാനാണത്. അതിൽ നിന്ന് അകറ്റി തന്നിൽ തന്നെ എത്തിക്കുക. കാലാത് ഗുണവ്യതികര പരിണാമ സ്വഭാവത കർമ്മണോ ജന്മമഗത പുരുഷാധിഷ്ഠിതാദപൂജ്ഞിലേശം താത്വിക കാര്യങ്ങളാണ്, തത്വങ്ങളാണ് പറയണത്. പുരുഷാധിഷ്ഠിതാത് ഈശ്വരനാൽ അധിവസിക്കപ്പെട്ട കാലാത് കാലത്തിൽ നിന്ന്, ഗുണവ്യതികര ഗുണങ്ങളുടെ ക്ഷോഭവും, സ്വഭാവത സ്വഭാവത്തിൽ നിന്ന് പരിണാമ ഒരു രൂപം വിട്ട് അന്യരൂപത്തെ സ്വീകരിക്കുക എന്നതും, കർമ്മണ കർമ്മത്തിൽ നിന്ന് മഹത മഹത്വത്വത്തിൻ്റെ ഉൽപ്പത്തിയും ഭവിക്കുന്നു. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈശ്വരനാൽ അധിവസിക്കപ്പെട്ട കാലം എന്ന് പറയുന്നതാണ്, പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാലത്തിൻ്റെ പ്രത്യേകത. അല്ലെ, ഒരു നിമിഷം പിടിച്ചു നിർത്താൻ പറ്റില്ല. കാലത്തിനെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും പറ്റുമോ? വാച്ചിനെ അടക്കം പിടിച്ചു നിർത്താൻ എന്തെങ്കിലും ബാറ്ററി അതൊന്ന് എടുത്താൽ മതി. മെഷീൻ കൊണ്ട് ഓടണ വാച്ചാച്ചാൽ അതിനെയും വേണമെങ്കിൽ നിർത്താൻ കീ കൊടുക്കാതെ തടസ്സപ്പെടുത്തിയാൽ മതി. പക്ഷെ അങ്ങനെയൊന്നും കാലത്തെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഭൂമിയെ കുറച്ച് നേരം നിർത്തിക്കളയാം, ആർക്കെങ്കിലും പറ്റുമോ? ഒക്കെയാണ് കാലം എന്ന് പറയുക. അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. കാലാത് ഗുണവ്യതികര ഗുണങ്ങളുടെ ക്ഷോഭവും, സ്വഭാവത്തിൽ നിന്ന് ഒരു രൂപത്തെ വിട്ട് മറ്റൊരു രൂപത്തെ സ്വീകരിക്കുക എന്നതും, മഹത്വത്വത്തിൻ്റെ ഉൽപ്പത്തിയും ഭവിക്കുന്നു. മഹത്വത്വം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തി സ്ഥാനം എന്നാണ് പറയുക. ഒരു വിത്തിൽ നിന്ന് ചെടി ഉണ്ടായാൽ ചെടിയുടെ വിത്തിൻ്റെ സ്ഥാനമാണ് മഹത്വത്വത്തിനുള്ളത്. മഹത്വത്വം എന്ന ഒരു സംഗതിയാണ് അത്ര ഈ ലോകത്തിൽ ആദ്യം ഉണ്ടായത്. അന്ന് കാലമോ കർമ്മമോ സ്വഭാവമോ സ്ത്രീയോ പുരുഷനോ പഞ്ചഭൂതോ വൃക്ഷങ്ങളോ വെള്ളമോ വായു ഒന്നുമില്ല, പഞ്ചഭൂതങ്ങളും ഇല്ല, ഒന്നുമില്ല. ഈശ്വരൻ മാത്രമുണ്ട്. പിന്നെ എന്തേ ഇതൊക്കെ ഉണ്ടാവാൻ? അതിൻ്റെ ക്രമം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ഉണ്ടായത് മഹത്വത്വമാണ്. മഹത്വത്വം എന്ന് പറയുന്ന വിത്താണ്. അതിൽ നിന്നാണ് പിന്നെ ബാക്കിയൊക്കെ ഉണ്ടായത്. എല്ലാം കൂടിയിട്ടുള്ളൊരു വസ്തു ഉണ്ടായി. അത് വിഭജിച്ച് ലോകം ഇന്നത്തെ പോലെ ആയി തീർന്നു. അതാണ് മഹത്വത്വം. പരിണാമം, ഒന്ന് വിട്ട് വേറൊന്നായിട്ട് മാറുക, അതും ലോകത്തിൽ ധാരാളം നമുക്ക് കാണാം. അത് നിർമ്മിച്ച് ലോകത്തിൽ മാറ്റങ്ങളും സൃഷ്ടിയും ഉണ്ടായി എന്നർത്ഥം. ഭഗവാൻ തൻ്റെ ത്രിഗുണങ്ങളെ സ്വീകരിച്ചിട്ട് മകതത്വവികുർവാണ രജസ്തത്വോപബൃംഹിത തമപ്രധാനത്വാഭവത് ദ്രവ്യജ്ഞാന ക്രിയാത്മക രജസ്തത്വോപബൃംഹിതാൽ സത്വരജസ്തമോ ഗുണങ്ങളാൽ വർദ്ധിച്ചതും. ഈ പ്രപഞ്ചത്തിൻ്റെ മാറ്റത്തിന് സാത്വിക രാജസ താമസ ഭാവങ്ങൾ കാരണമായി തീരുന്നുണ്ട്. അപ്പം അതിനാൽ വർദ്ധിച്ചതും രജസത്വോപബൃംഹിത, രജവും സത്വം തമസ് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ തമസ്സും ഉണ്ട്, അതിനാൽ വർദ്ധിക്കപ്പെട്ടതും വികുർവാണാത് വികാരത്തെ പ്രാപിച്ചതും ആയ മാറ്റങ്ങൾ, വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം, മഹത്വത്വത്തിൽ നിന്നും ദ്രവ്യജ്ഞാന ക്രിയാത്മക ദ്രവ്യം ജ്ഞാനം ക്രിയ എന്നതോടു കൂടിയ തമോ ഗുണം അധികരിച്ചതായ അഹങ്കാരതത്വം ഉണ്ടായി. ഇവിടെ പറഞ്ഞത് മഹത്വത്വത്തിൽ നിന്ന് അടുത്തതുണ്ടായത് അഹങ്കാരം. രാമായണത്തിൽ പറയണ കാര്യമാണത്. മഹത്വത്വം ആദ്യം ഉണ്ടായി, പിന്നുണ്ടായത് എന്താ? അഹങ്കാരതത്വം എന്ന് പറയുന്ന തത്വമാണ്. അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തിഗതമായിട്ടുള്ള അഹങ്കാരമല്ല. ഇവിടെ അയാൾ മഹാ അഹങ്കാരിയാണ് നമ്മൾ പറയും, അതല്ല കേട്ടോ. ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നത് ഒരു തത്വം. മഹത്വത്വത്തിൽ നിന്ന് പിന്നെ അഹങ്കാരം ഉണ്ടായി. രണ്ടാമത്തെ കാര്യമാണ് അഹങ്കാരം. ഒന്ന് മഹത്വത്വം, രണ്ട് അഹങ്കാരം. ആ അഹങ്കാരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആണ് അതിന് മുമ്പ് പറഞ്ഞത്. ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്നീ രൂപത്തോടു കൂടിയ അഹങ്കാരതത്വം എന്നാണ്. ദ്രവ്യമുണ്ട്, ജ്ഞാനമുണ്ട്, ക്രിയയുണ്ട്. അതാണ് അഹങ്കാരതത്വത്തിൻ്റെ പ്രത്യേകത. ആ അഹങ്കാരത്തിലാണ് ദ്രവ്യങ്ങൾ കുടികൊള്ളുന്നത്. പഞ്ചഭൂതങ്ങളാണ് ഇവിടെ ദ്രവ്യങ്ങൾ. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം. ജ്ഞാനം വേണം, ക്രിയയും വേണം. നേരത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ. ജ്ഞാനം ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ, ക്രിയ ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. ജ്ഞാനവും ശക്തിയും ക്രിയയും ഇച്ഛാശക്തി ഇതൊക്കെ ഉണ്ടായാലേ പ്രപഞ്ചമുള്ളൂ. അപ്പോൾ ആ മഹത്വത്വം ഉണ്ടായി, പിന്നെ അഹങ്കാരം ഉണ്ടായി.
അഹങ്കാരത്തിൽ നിന്ന് ദ്രവ്യജ്ഞാനം ക്രിയ മുതലായിട്ടുള്ളതും ഉണ്ടായ സൃഷ്ടിയാണ് വർണ്ണിക്കുന്നത്. സൃഷ്ടിയെക്കുറിച്ചാണല്ലോ നാരദൻ ചോദിച്ചത്. സോഹംകാര ഇതി പ്രോക്തോ വികുറുവൻ സമഭൂത്രിത വൈകാരിക തൈജസശ്ച താമസച്ഛേദിയദ്വിധാ. ഇപ്പം ആദ്യം ഉണ്ടായതെന്താ? മഹത്വത്വം. രണ്ടാമതുണ്ടായതെന്താ? അഹങ്കാരം. അഹങ്കാരത്തിൻ്റെ പ്രത്യേകത എന്താ? ദ്രവ്യം ജ്ഞാനം ക്രിയാസ്വരൂപമാണ്. ഈ അഹങ്കാരം മൂന്നായിട്ട് പിരിഞ്ഞു എന്ന് പറയാണ്. സോ അഹങ്കാര, ആ അഹങ്കാരം എങ്ങനെ മൂന്നായിട്ട് മാറി? പ്രോക്തോ വികുറുവൻ സമഭൂത് ത്രിധ, ത്രിധ മൂന്ന് വിധം ആയിട്ട്. എന്തൊക്കെയാ മൂന്ന് വിധം? വൈകാരികം, തൈജസം, താമസം. എഴുതിയെടുത്ത് പഠിക്കേണ്ടതാട്ടോ, എഴുതിയെടുത്ത് വെച്ചാലേ പഠിയുള്ളൂ. ആദ്യം ഉണ്ടായത് മഹത്വത്വം. ഒരു വര താഴത്തേക്ക് കൊടുത്താൽ അതിൻ്റെ താഴത്തെ അഹങ്കാരം. അഹങ്കാരത്തിൻ്റെ ഒറിസോണ്ടലായിട്ടൊരു വര വരച്ച് അതിനെ മൂന്നാക്കി തിരിക്കുക. എളുപ്പമാണ്, എഴുതി പഠിച്ചാൽ എളുപ്പമാണ്. അഹങ്കാരം മൂന്നായി തിരിഞ്ഞു. ഏതൊക്കെയായിട്ട് തിരിഞ്ഞു? വൈകാരികം, രാജസം, താമസം എന്നീ മൂന്നായിട്ട് തിരിഞ്ഞു. അഹങ്കാരം മൂന്നായിട്ട് തിരിഞ്ഞു: സാത്വികം, രാജസം, താമസം. അതിൽ വൈകാരികം എന്ന് പറയണത് തന്നെയാണ് സാത്വികം. രണ്ട് പദം എന്ന് മാത്രമേ ഉള്ളൂ. വൈകാരികം സാത്വികം, തൈജസം എന്ന് പറഞ്ഞാൽ രാജസം ഒന്ന് തന്നെയാണ്. താമസത്തിന് താമസം തന്നെ പേരുള്ളൂ. സാത്വികത്തിന് തന്നെയാണ് വൈകാരികം എന്ന് പറഞ്ഞത്. രണ്ട് പേര് പര്യായമാണ് വൈകാരികവും സാത്വികവും. രാജസത്തിൻ്റെ പര്യായമാണ് തൈജസ്. താമസത്തിന് പര്യായം കൊടുത്തില്ല. അത് വൈകാരികം സാത്വികം, തൈജസം രാജസം, താമസം എന്നീ മൂന്നായിട്ട് അഹങ്കാരം പിരിഞ്ഞു. ആദ്യം മഹത്വത്വം, പിന്നെ അഹങ്കാരം, പിന്നെ അത് മൂന്നായിട്ട് പിരിഞ്ഞു. വൈകാരികം അതായത് സാത്വികം, തൈജസം അതായത് രാജസം പ്ലസ് താമസം. യദ്വിധ യാതൊന്നിൻ്റെ ഭേദം ഇങ്ങനെ മാറി തീർന്നു എന്ന് പറയുകയാണ്. ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി രീതി പ്രഭോ. ഇത് തന്നെയാണ് ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്ന് പറയുന്നത്. ദ്രവ്യശക്തിയാണ് താമസം, ക്രിയാശക്തിയാണ് രാജസം, ജ്ഞാനശക്തിയാണ് സാത്വികം. അടുത്ത് താമസാദഭിഭൂതാദേർ ബിഗുർവാണാദബുന്നഭ തസ്യ മാത്ര ഗുണശബ്ദേ ലിംഗം എത്രട്ടു ദൃശ്യയോഹോ. ഭൂതാദേ ഭൂതങ്ങളുടെ ആദിയും. ഭൂതങ്ങളെ പഞ്ചഭൂതങ്ങൾ കേട്ടോ, ഭൂതപ്രേത വിശേഷമല്ല ഇവിടെ ഭൂതം എന്ന് പറഞ്ഞാൽ. പഞ്ചഭൂതങ്ങളാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. ജീവജാലങ്ങൾ എന്നർത്ഥമുണ്ട് ഭൂതം. ഭൂതകാരുണ്യം വേണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവജാലങ്ങളെ ഉപദ്രവിക്കുന്ന സ്വഭാവം നന്നല്ല. അവിടെ ഭൂതം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ. പല അർത്ഥങ്ങളാണ്. ഭൂതഗണങ്ങൾ എന്നർത്ഥം വരും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ സന്ദർഭത്തിനനുസരിച്ചാണ് അർത്ഥം. ഇവിടെ ഭൂതാദേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഞ്ചഭൂതങ്ങൾ. ഏതൊക്കെയാണ്? ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി. അതിനാണ് ഇവിടെ ചുരുക്കി ഭൂതാദേ എന്ന് പറഞ്ഞത്. വിഗുർവാണാത് വികാരത്തെ പ്രാപിച്ചതായ താമസാത് അപി. താമസത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടായത്. സാത്വികം, രാജസം, താമസം എന്നീ മൂന്നായിട്ട് പിരിഞ്ഞു എന്ന് പറഞ്ഞുല്ലോ. അതിലത്തെ താമസത്തിൽ നിന്നാണ് എന്തുണ്ടായത്? പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. താമസാദപി ഭൂതാദേർ. അതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി വെച്ചാൽ പഞ്ചഭൂതങ്ങൾ. നഭഃ ആകാശവും, തസ്യ അതിൻ്റെ മാത്രാഗുണ അസാധാരണ ഗുണം, ദൃഷ്ടദൃശ്യയോ ദൃഷ്ടാവിൻ്റെയും ദൃശ്യത്തിൻ്റെയും ജ്ഞാപകമാകുന്നു. ഭൂതങ്ങളുടെ ആദിയും വികാരത്തെ പ്രാപിച്ചതും ആയ താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശവും ആണ് പഞ്ചഭൂതങ്ങളിൽ ആദ്യത്തെ. ആകാശവും അതിൻ്റെ അസാധാരണ ഗുണമായ ശബ്ദവും ഉണ്ടായി. ആകാശം നിന്ന് ശബ്ദം ഉണ്ടായി. ആ ശബ്ദം കാണുന്നവർ എന്നും കാണപ്പെടുവാൻ കഴിയുന്നത് എന്നും ഉള്ള ഭേദത്തെ അറിയിപ്പിക്കുന്നു. ശബ്ദം കൊണ്ട് നമുക്ക് പലതും തിരിച്ചറിയാം. അവിടെ അറിയിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലേ? ഫോണിലൊരു ശബ്ദം കേട്ടു, സ്ത്രീയാണ് വിളിക്കണം, ഒരു പെണ്ണാണാവോ വിളിക്കണം.
ആ ശബ്ദം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയ സ്ത്രീയാണെന്ന്, അല്ലേ? കണ്ടിട്ടില്ല. അപ്പോൾ ശബ്ദം കൊണ്ട് നമുക്ക് ലിംഗം മനസ്സിലാക്കാം, സ്ത്രീയാണോ പുരുഷനാണോ. പിന്നെ ആ പോകുന്ന ജീവി എന്താണ്? ചങ്ങലയുടെ കിലുക്കം കേട്ടാൽ ആന പോണുണ്ടോ ഒന്ന് നോക്കുക. പുറത്ത് വന്നപ്പോൾ അതാ ആന. അപ്പോൾ ഉള്ളിലുള്ള ആളെ എങ്ങനെയാണ് പുറത്ത് പോകണ ആനയെ മനസ്സിലാക്കിയ? ചങ്ങലയുടെ ശബ്ദം കേട്ടിട്ടാണ്, അല്ലേ? അതുപോലെ ഹോണടി കേട്ടാൽ അതാ കാറ് വന്നു എത്തിയിട്ടോ, ഉദ്ദേശിച്ച ആൾ ഹോണടി കേട്ടു. അപ്പോൾ ആ ശബ്ദം കൊണ്ടാണ് കാറാണ് വന്നു മനസ്സിലാക്കുന്ന, കാറിനെ കണ്ടിട്ടില്ല. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ശബ്ദം കൊണ്ട് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ശബ്ദം തസ്യ മാത്ര ഗുണശബ്ദോ ലിംഗംബൽ തെട്ടു ദൃശ്യയോ. അപ്പം ആകാശം ഉണ്ടായത് ആകാശവും അതിൻ്റെ അസാധാരണ ഗുണമായിട്ടുള്ള ശബ്ദവും ഉണ്ടായി. ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം എന്നാണ് പറയുക. നഭസോത വിഗുർവാണാദബു സ്പർശ ഗുണോനില പരാന്വയ ശബ്ദവാഞ്ച പ്രാണവോജസ്തഹോബലം. ഇത് കപിലോപദേശത്തിലും വളരെ അധിക സ്ഥലത്ത് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിനാണ് ആവർത്തിക്കുന്നത്. പെട്ടെന്ന് കേട്ടാൽ ചെറിയ ചില കൺഫ്യൂഷനും പരിഭ്രമമൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ അത് എവിടെ കൊണ്ട് എത്തിക്കുക, എന്തൊക്കെയാണ് ഈ പറയണത്, അല്ലേ? പെട്ടെന്നൊരു തോന്നലുണ്ടാവും. ഒന്നുമില്ല, അത് കുറേ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പഠിയും, അത്ര തന്നെ ഉള്ളൂ. അതിനാണ് പല പ്രാവശ്യം ആവർത്തിക്കുക. ഇനി ഇങ്ങനെ പറയേണ്ടത്, അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പം എന്തുണ്ടായി? ആകാശം ഉണ്ടായി. അതിന് എന്തുണ്ടായി? ശബ്ദം ഉണ്ടായി. ആകാശത്ത് കൂടിയാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. ഈ ആകാശം എന്ന് പറഞ്ഞിട്ടൊരു ഭൂതമില്ല എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. കാരണം ഈ ആകാശം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ എന്നാണ് അത്രേ ശരിക്കും ഒരർത്ഥം. ഒന്നുമില്ലാത്തതിനെ ആകാശം എന്ന് പറയാം എന്നാണ്. ഇവിടെ ഒന്നുമില്ലാച്ചാൽ ഇവിടെ നമുക്ക് ആകാശം എന്ന് പറയാം. പക്ഷെ അതിന് എതിർവാദം എന്താ ചോദിച്ചാൽ ഒന്നുമില്ലാത്ത സ്ഥലമില്ല എന്നാണ്. എങ്ങനെയാ? വായു ഇല്ലേ? വായു ഇല്ലാത്ത സ്ഥലമുണ്ടോ? ഉണ്ടല്ലേ? വായുമണ്ഡലത്തിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ അവിടെ ആകാശമില്ല. അവിടെ ആകാശമില്ല എന്നാണ് പറയുക. വായുമണ്ഡലത്തിൻ്റെ അപ്പുറത്ത് ആകാശമില്ല അത്രേ. അവിടെ വേണമെച്ചാൽ ആകാശമില്ല എന്ന് പറയാം. ഇവിടെ വായുവെങ്കിലും ഇല്ലാത്തൊരു സ്ഥലം നമുക്കില്ല. ഈ വായു എവിടെയാണ് നിൽക്കണം? വായുവിനൊരു സ്ഥാനം വേണം. വെറുതെ നിൽക്കില്ല, നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അതാണ് ആകാശം. അപ്പോൾ ആകാശം എന്ന് പറഞ്ഞിട്ടൊരു ഭൂതമുണ്ട്. അത് കൂടിയാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. ഇവിടെയുള്ള ശബ്ദം വേറൊരു സ്ഥലത്ത് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു മാധ്യമം വേണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പൈപ്പ് അവിടെ വെച്ചു, ടാങ്ക് മുകളിലുണ്ട്. ഇവിടെ എത്തണം വെച്ചാൽ പൈപ്പ് വേണ്ടേ? PVC പൈപ്പ് കൂടെ വെള്ളം വരുന്നു. അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം, ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ കൂടെ എത്തുള്ളൂ. കറണ്ട് ഇവിടെയുള്ള കറണ്ട് വേറൊരുത്തിലേക്ക് എത്തണമെങ്കിൽ വയറ് വേണ്ടേ? ത്രൂ വയറല്ലാണ്ട് എങ്ങനെ കറണ്ട് അപ്പുറത്തേക്ക് എത്തും? അപ്പോൾ ഒരു മാധ്യമത്തിൽ കൂടെ മാത്രമേ ഒരു വസ്തു മറ്റൊരു സ്ഥലത്തേക്ക് എത്തുള്ളൂ. അതാണ് ആകാശം. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം വേണം. അത് വയറോ പൈപ്പോ ഒന്നുമല്ല, ഒന്നും വേണ്ട. ആകാശമാണ് ശബ്ദത്തിന് സഞ്ചരിക്കാനുള്ള മീഡിയം എന്ന് പറയുന്നത്. അതാണ് ആകാശം. അപ്പോൾ ആകാശം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആകാശവും ഭൂതം തന്നെ. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം പഞ്ചഭൂതങ്ങളാണ്. നഭസോതവിഗുരുവാണാദബുസ്പർശ ഗുണോ അനില പരാന്വയാ ശബ്ദവാംശ പ്രാണവോജസ്തഹോബലം. വികാരത്തെ പ്രാപിച്ചതായ നഭസ് ആകാശത്തിൽ നിന്ന്, ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക. ആകാശം ശബ്ദം ഉണ്ടായി, രണ്ടെണ്ണം പറഞ്ഞു. ആകാശത്തിൽ നിന്നാണ് ശബ്ദം ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി എന്ന് പറയട്ടോ. സൃഷ്ടി പറയുമ്പോൾ തിരിച്ചാ പറയുക. എന്തായിക്കോട്ടെ, അത് വലിയൊരു വിഷയമൊന്നുമല്ല. ഇനി ആ ആകാശത്തിൽ നിന്ന് എന്തുണ്ടായി? രണ്ടാമത്തെ ഘട്ടം, നഭസിൽ നിന്ന് സ്പർശം ആകുന്ന ഗുണങ്ങളോട് കൂടിയ വായു ഉണ്ടായി. അടുത്തതാണ് അത്രേ വായു. വായുവിൻ്റെ പ്രത്യേകതയാണ് സ്പർശം. ഈ സ്പർശം എന്തേ ആകാശത്തിൻ്റെ ഗുണം ആവാതിരുന്നത്? ആകാശം നമുക്ക് തൊടാൻ പറ്റില്ല. പറ്റുമോ? മേപ്പെട്ട് പോകുന്തോറും ആകാശം മേപ്പെട്ട് പോകും. മുന്നിലേക്ക് പോകുന്തോറും ആകാശം മുന്നോട്ട് പോകും. പിന്നിലേക്ക് പോകുന്തോറും ആകാശം പിന്നിലേക്ക് പോകും.
കുറച്ച് കീഴ്പ്പെട്ടാൽ പോയച്ചാൽ കുറച്ച് ആകാശം കീഴ്പ്പെട്ടും വന്നുകൂടാന്നില്ല. ആകാശം ഒരിക്കലും നമുക്ക് തൊടാൻ പറ്റില്ല. ചക്രവാളം ഭൂമിയായിട്ട് തൊട്ടു, ആ തൊടണ സ്ഥലത്തേക്ക് ഒന്ന് എത്തണമെന്ന് വിചാരിച്ച് സഞ്ചരിച്ചാൽ പറ്റുമോ? ഒരിക്കലും എത്തില്ല. ആ ചക്രവാളം അതിനോളം ദൂരത്താണ് പോകണം. അപ്പോൾ തൊടാൻ പറ്റാത്തതാണ് ആകാശം. കൈ കൊണ്ട് തൊടാൻ നമുക്ക് സാധ്യമല്ല. പറ്റുമോ? എന്നാൽ വായുവോ? വായുവിനെ തൊടാൻ പറ്റുകൊണ്ടാണ് വീശണത്, ഫാനിടുന്നത്. കൈ കൊണ്ട് നമുക്ക് വായുവിൻ്റെ സാന്നിധ്യം അറിയാം അല്ലേ? അതോ വായുണ്ട്, കാറ്റുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണു. ഫാനിന് സ്പീഡ് പോരാന്ന് നോക്കണത് ഇടയ്ക്ക് കൈ വെച്ചിട്ടാവും. എത്ര സ്പീഡ് പോരല്ലോ. അപ്പം ശരിയായി. അപ്പോൾ വായുവിൻ്റെ ആ സ്പീഡ് നമ്മൾ കണക്കാക്കുന്നത്, വായു ഉണ്ട് സാന്നിധ്യം മനസ്സിലാക്കുന്നത് സ്പർശം കൊണ്ടാണ്. മേലിൽ തട്ടിയ അനുഭവം ഇല്ലെങ്കിൽ വായുവിനെ അറിയാൻ പറ്റുമോ? അപ്പോൾ വായുവിന് എപ്പോഴും സ്പർശമാകുന്ന ഗുണങ്ങൾ ഉണ്ട്. ആകാശത്തിന് ശബ്ദം, വായുവിന് സ്പർശമാകുന്ന ഗുണം ഉണ്ട്. ശബ്ദവാൻ, ശബ്ദമുണ്ട്. നേരത്തെ പറഞ്ഞ 2 ഗുണവും ചേർന്നതാണ് വായു. നല്ല കാറ്റ് തിരിയുമ്പോൾ ശംഖൊക്കെ കൈ പിടിച്ചാൽ ഓങ്കാരം ഉണ്ടാവും എന്നാണ്. വായു അതിലേക്ക് കരുതിയാൽ ശബ്ദം ഉണ്ടാവും. വായുവിന് ഓടക്കോയിൽ എങ്ങനെയാണ് വിളിക്കണം? വായു നിറച്ചിട്ടാണ് വിളിക്കണം അല്ലേ? വേറെ അവിടെ യാതൊന്നുമില്ലല്ലോ. കമ്പിയില്ല, വേറെ ശബ്ദം ഉണ്ടാക്കാനുള്ള വിദ്യയില്ല. കാറ്റുകൊണ്ട് ഓടക്കോയിൽ മധുരമായി വായിക്കണം. ആ കാറ്റാണ്, വായുവിൽ നിന്ന് സൃഷ്ടിക്കുന്ന കാറ്റാണ് നാദം ഉണ്ടാക്കുന്നത്. അപ്പോൾ വായുവിന് എന്തുണ്ട്? സ്പർശമുണ്ട്, ശബ്ദവും ഉണ്ട്. ഇന്ദ്രിയം, മനോബലം, ശരീരബലം മുതലായിട്ടുള്ളതും വായു നൽകുന്നു. കയ്യിന് വായു ഇല്ല എന്നാണ് പറയുക, കാലിനും ഇളകാൻ പറ്റാത്തവർക്ക്. അപ്പോൾ വായുവിൻ്റെ വേറൊരു ഗുണമാണ് മനോബലം, ശരീരബലം മുതലായവ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.